പ്ലേറ്റ് എടുത്തു, ഡിസൈൻ അടിച്ച് ഞങ്ങൾ വർക്ക് എടുത്തു. ഉടനെ ഞങ്ങൾ അർജൻറ്റാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ലോഡ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് ക്യാൻസലായെന്ന് പറഞ്ഞത്. 10-90 പേജോളം ആദ്യം വേസ്റ്റ് തന്നെ പോയിട്ടുണ്ട്. ഒരു 100-200 പേജോളം ആയി. റണ്ണിങ്ങിലായിരുന്നു മെഷീൻ. ജസ്റ്റ് റണ്ണിങ് ഇടാൻ തുടങ്ങിയപ്പോഴേക്കാണ് ക്യാൻസലായെന്ന് പറഞ്ഞത്. ഓർഡർ വന്ന് കോട്ടയം വരെ പോയി ഡെയിലി വരിക. അപ്പോൾ നമ്മൾ ഉള്ള സമയം കളഞ്ഞ് ട്രെയിനും പോയി, പിന്നെ വർക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അതാണ് പിന്നെ സങ്കടമായി പോയത്. നമസ്കാരം. അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തൻ്റെ പോസ്റ്റർ സ്വന്തമായി അച്ചടിച്ച് ഒരു പ്രസ്സിൽ തുടങ്ങിയത്. കൊച്ചിയിലെ സ്ഥാനാർത്ഥിയാണ്, സർവം ദീപ്തം എന്നുള്ള ഒരു ക്യാപ്ഷനൊക്കെ കൂടി വെച്ചാണ് അത് പ്രിൻ്റ് ചെയ്തത്. പക്ഷേ പിന്നീട് അത് പെട്ടെന്ന് നിർത്തിവെക്കുകയും ചെയ്തു. എന്തായാലും പ്രിൻ്റ് പാർക്ക് പ്രസ്സിലെ ആഷിഖ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആഷിഖായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായത്. ആഷിഖ്, എത്ര മണിക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്? ഏകദേശം ഒരു 9:30 സംഭവിക്കുന്നത്. റണ്ണിങ്ങിലായിരുന്നു മെഷീൻ. ജസ്റ്റ് റണ്ണിങ് ഇടാൻ തുടങ്ങിയപ്പോഴേക്കാണ് ക്യാൻസലായെന്ന് പറഞ്ഞത്. ഓർഡർ വന്ന് എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വരുന്ന എന്ത് പറഞ്ഞാൽ വന്നത്? ഞങ്ങൾക്ക് അർജൻറ്റ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾക്ക് വന്നത്. ആരാ വന്നത്? അല്ല, ഞങ്ങൾക്ക് വർക്ക് ഓട്ടോമാറ്റിക് വരുന്ന വേറെ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓർഡറാണ് സാധനം കൊണ്ട് തരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വർക്ക് അടിക്കുന്നത്. അപ്പോൾ പ്ലേറ്റ് എടുത്തു, ഡിസൈൻ അടിച്ച് ഞങ്ങൾ വർക്ക് എടുത്തു. ഉടനെ ഞങ്ങൾ അർജൻറ്റാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എടുത്ത് ലോഡ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴാണ് ക്യാൻസലായെന്ന് പറഞ്ഞത്. നിങ്ങൾ പ്രിൻറ്റിങ് തുടങ്ങിയായിരുന്നു. ഞങ്ങളെല്ലാം റെഡിയാക്കി കളറെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് ക്യാൻസലായി പോയത്. ഇതെല്ലാം അവർ ഡിസൈൻ ചെയ്ത് തന്നെ കൊണ്ടുവന്നായിരുന്നു? ഡിസൈൻ ചെയ്തിരുന്നത്. പ്ലേറ്റ് വാങ്ങുമ്പോൾ പുറത്തുനിന്ന് നമ്മൾ റെഡിയാക്കി എടുത്ത് അർജൻറ്റായിട്ട് കയറ്റി കഴിഞ്ഞപ്പോഴാണ് ഇല്ലാതായത്. ഏത് തരം ഇതാ നിങ്ങൾ അടിക്കാൻ തുടങ്ങിയത്? വർക്ക് വന്ന് 4 കളർ ഓഫ്സെറ്റ് മെഷീനിൽ മെഷീൻ അങ്ങനത്തെ 4 കളറിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഫോൺ വിളി വന്നായിരുന്നോ? എങ്ങനെ? ഞങ്ങൾക്ക് റെഡി എടുത്ത് ഞങ്ങൾ എല്ലാം കഴിഞ്ഞു. റണ്ണിങ് ഇടാൻ തുടങ്ങിയപ്പോഴേക്കാണ് ക്യാൻസലായെന്ന് പറഞ്ഞത്. അപ്പം പകുതിയോളം ഓടിക്കഴിഞ്ഞായിരുന്നു. എത്രത്തോളം ഏകദേശം പ്രിൻ്റായി കാണും? ഒരു 10-90 പേജോളം ആദ്യം വേസ്റ്റ് തന്നെ പോയിട്ടുണ്ട്. ഒരു 100-200 പേജോളം ആയി പ്രിൻറ്റിങ് ആയി. ഇനിയിപ്പോൾ അതെന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, പോകുന്നത് നമ്മുടെ ഇതൊക്കെ ആയിരിക്കുമല്ലോ. വലിയ നഷ്ടമാണ്. വേറെ സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ അച്ചടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അടിച്ചു കൊടുത്ത് 900-ഓളം പേപ്പർ അല്ലാതെ ഉണ്ടായിരുന്നു. 10,000 രൂപ ഉണ്ടായിരുന്നു. അതും കൊടുത്ത് എല്ലാം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞപ്പോഴാണ് വേറൊരു വർക്ക് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരികയും എല്ലാം കഴിഞ്ഞപ്പം ഇല്ലാതായി പോയി. ആഷിഖ്, എത്ര കാലമായിട്ട് ഇങ്ങനെ ഇത്തരം പ്രിന്റിങ് നടത്തുന്നത്? അതായത് തെരഞ്ഞെടുപ്പിന്റെ പ്രിന്റിങ് മേഖലയിലുണ്ട്? അല്ല, ഞാൻ ഓപ്സെറ്റ് തന്നെ മൊത്തത്തിൽ ഒരു 4 വർഷമായിട്ടുണ്ട്. ഫീൽഡ് പഠിച്ചത് തന്നെ ഇതാണ്. പഠിച്ച നേരെ പ്രിന്റിങ്ങിൽ ഇറങ്ങി. ഇപ്പം തന്നെ ഇപ്പോൾ 4 കൊല്ലത്തെ ഇലക്ഷന് മുഴുവൻ അടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണോ ഇങ്ങനെ പ്രിന്റിങ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ സംഭവം ഉണ്ടാകുന്നത്? ആദ്യമായിട്ടാണ്. വല്ലാത്ത ഒരു ഇതായിപ്പോയി, സങ്കടമായിപ്പോയി. ഒത്തിരി നേരം നമ്മുടെ സമയം രാത്രി കോട്ടയം വരെ പോയി ഡെയിലി വരിക. അപ്പോൾ നമ്മൾ ഉള്ള സമയം കളഞ്ഞ് ട്രെയിനും പോയി, പിന്നെ വർക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അതാണ് പിന്നെ സങ്കടമായി പോയത്. ഈ രാവിലെയോട് കൂടിയിട്ട് ഇത് പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ഇങ്ങോട്ട് വരാൻ തുടങ്ങി? ഒരുപാട് പേര് വരാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം അതിൻ്റെ കുറേ ഉണ്ടായിരുന്ന സമയം കുറേ പോയി. ഇതും ഇപ്പോൾ ഉടനെ കൊടുക്കാനുള്ള വർക്കാണ്. അതുകൊണ്ട് അർജൻറ്റ് വർക്കുകൾ പെട്ടെന്ന് വരുന്ന അങ്ങനെ കൊടുത്ത് വിടുകയാണ്. ആഷിഖിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, അതായത് 4 വർഷമായി ഈ ഫീൽഡിലുണ്ട്, ഓഫ്സെറ്റ് പ്രിൻറ്റിങ് പഠിച്ചിറങ്ങിയ ആളാണ്. ഇത്രയും നാളും പല സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ നോട്ടീസുകളൊക്കെ അടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും കൊച്ചിയിൽ നിലവിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ പേരാണ് ഉയർന്നു വരുന്നത്. മിക്കവാറും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസിൻ്റെ പേരൊക്കെ പരിഗണിച്ചതാണ്. പക്ഷേ അവസാന നിമിഷം അത് നഷ്ടപ്പെട്ടു. പിന്നീട് തൃക്കാക്കരയിൽ MLA ഉമാ തോമസിനെ മാറ്റി ദീപ്തി മേരി വർഗീസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പലരും ചർച്ച ചെയ്തതാണ്. പക്ഷേ അവസാന ലാപ്പിൽ തൃക്കാക്കരയിലും ഉമാ തോമസ് MLA തന്നെ തുടരും എന്നുള്ള കാര്യമാണ് വന്നത്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോട് കൂടിയിട്ട് പെട്ടെന്ന് ദീപ്തി മേരി വർഗീസിൻ്റെ പോസ്റ്റ് അടിക്കുവാനായിട്ട് പ്രിൻറ്റ് പാർക്ക് എന്ന ഈ ഓഫ്സെറ്റിലേക്ക് വന്നത്. അത് അടിച്ചു തുടങ്ങി. ഒരു 200ഓളം പ്രിൻറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും തന്നെ പെട്ടെന്ന് കോൾ വരികയാണ്, ഇപ്പോൾ അടിക്കേണ്ട എന്ന് പറയുകയായിരുന്നു. അങ്ങനെ ഇത് സ്റ്റോപ്പ് ചെയ്യുകയായിരുന്നു. എന്തായാലും ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിരിക്കുകയാണ്. എറണാകുളത്ത് വലിയ രീതിയിൽ ഗ്രൂപ്പ് പോര് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായി ഈ ഒരു പോസ്റ്റർ പ്രിൻറ്റിങ്
മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.